കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച കടുത്തുരുത്തിയിൽ തുടക്കമാകും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് ആഗസ്റ്റ് 16-ന് കൊടിയിറങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടുത്തുരുത്തിയിൽ ആഗസ്റ്റ് 13 മുതൽ 16 വരെയാണ് കേരള കർഷക സംഘം കോട്ടയം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക, കൊടിമരം ജാഥകൾക്ക് വ്യാഴാഴ്ച സ്വീകരണം നൽകും. കേരള കർഷക സംഘത്തിന്റെ കോട്ടയം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 13, 14, 15, 16 തീയതികളിൽ കടുത്തുരുത്തി നടക്കുകയാണ്. 13-ാം തീയതി കർഷക സംഘത്തിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് സഖാവ് ഐമനം ബാബുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥയും, അതോടൊപ്പം കർഷക സംഘത്തിന്റെ ദീർഘകാലം നമ്മുടെ ജില്ലയിലെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ നാട്ടുകാരനും മുൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ സഖാവ് KK ജോസഫിന്റെ സ്മൃതി മണ്ഡപത്തിൽ കൊടിമര ജാഥയും സമ്മേളന നഗറിൽ എത്തിച്ചേരും. ഈ ജാഥയുടെ ക്യാപ്റ്റന്മാർ കർഷക സംഘത്തിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ES ബിജു ആണ് പതാക ജാഥയുടെ ക്യാപ്റ്റൻ. കൊടിമര ജാഥയുടെ ക്യാപ്റ്റൻ ഈ സംഘാടക സമിതിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന കർഷക സംഘത്തിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് K ജയകൃഷ്ണൻ. 14-ാം തീയതി പൊതുപ്രകടനം നടക്കും. കോട്ടയം ജില്ലയിലെ 12 ഏരിയകളെ പ്രതിനിധീകരിച്ച് 7000-ലധികം വരുന്ന കർഷക സംഘത്തിന്റെ പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. വ്യാഴം വൈകിട്ട് 6-ന് മുൻ ജില്ലാ പ്രസിഡന്റ് ഐമനം ബാബുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ കൈമാറുന്ന പതാക കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗം ES ബിജുവിന്റെ നേതൃത്വത്തിലും കർഷക സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് KK ജോസഫിന്റെ മുട്ടുചിറയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഹരികുമാർ കൈമാറുന്ന കൊടിമരം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് K ജയകൃഷ്ണന്റെ നേതൃത്വത്തിലും കടുത്തുരുത്തിയിലെ പൊതുസമ്മേളന നഗറായ AV റസൽ നഗർ ഗൗരീശങ്കരം മൈതാനത്തെത്തും. സമ്മേളനവുമായി ബന്ധപ്പെട്ട് കർഷക സംഘത്തിന്റെ ജില്ലയിലെ ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തെ നയിച്ച പ്രമുഖരായ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ തലങ്ങളിലും സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ച കർഷകരായിട്ടുള്ള സംസ്ഥാന അവാർഡ് ജേതാക്കളെയും സമ്മേളനത്തിൽ ആദരിക്കുന്നുണ്ട്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് അനുബന്ധ പരിപാടി എന്നുള്ള നിലയ്ക്ക് ബഹുജന റാലി പരമാവധി ഈ കടുത്തുരുത്തിയിൽ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത നല്ല ഒരു ജനസഞ്ചയത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ PV സുനിൽ പതാക ഉയർത്തും. വെള്ളി വൈകിട്ട് 3:30-ന് ബഹുജന റാലി നടക്കും. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പകൽ 10-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം AIKS വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന കാർഷിക സെമിനാറിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച സമ്മേളനം സമാപിക്കുമെന്നും നേതാക്കൾ കടുത്തുരുത്തിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റാലി 7000 ആളുകൾ ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന റാലി ജനങ്ങൾക്ക് പൊതുവിൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതുപോലെ ചിട്ടയായി തന്നെ റാലി നടത്താനുമുള്ള ക്രമീകരണങ്ങൾ സ്വാഗത സംഘം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്ന് 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനവും ആർഭാടരഹിതമായി തന്നെ നടത്താൻ വേണ്ടി ഉപരിക്കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എന്നാൽ ഏറ്റവും ഭംഗിയായി കോട്ടയം ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് നല്ലതുപോലെ വിശകലനം ചെയ്യുന്ന യോഗം കൂടിയാണെന്നുള്ളത് കൊണ്ട് കുറ്റമറ്റ രീതിയിലെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. സെപ്റ്റംബറിൽ ആലപ്പുഴയിലാണ് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നതെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി KM രാധാകൃഷ്ണൻ, സ്വാഗത സംഘം ചെയർമാൻ PV സുനിൽ, കൺവീനർ K ജയകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി VG സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.